ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എബിൻ ജോസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. എബിൻ, ഈ മരണത്തിലൊരു അസ്വാഭാവികത പോലീസിന്റെ ഭാഗത്തു നിന്ന് സംശയിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? അസ്വാഭാവികത പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലപാതകമാണോ എന്നുള്ള സംശയം ഉള്ളത് കൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. മൃതദേഹത്തിൽ കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇന്ന് 10:40 ഈ പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോയതായിരുന്നു. ഇതിനുശേഷം അമ്മ മറ്റൊരാവശ്യത്തിനായി വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വർഷം മുമ്പ് നടന്ന ഒരു പോക്സോ കേസിലെ അതിജീവിതയാണ് പെൺകുട്ടി. അതുകൊണ്ട് ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാണ് കൃത്യമായി കൊലപാതകമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എബിൻ, ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടിക്രമങ്ങൾ എവിടെ എത്തി? ആ കേസിൽ ആരെങ്കിലും ശിക്ഷിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതാണ്. ഈ കേസിൽ ഇപ്പോൾ വിചാരണ നടപടികൾ നടക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസിലെ വിചാരണ നടപടികളും ഇപ്പോൾ നടക്കുകയാണ്. ഇതുമായി ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ മരണത്തിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്ത് CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ വീട്ടുകാരുടെയും പരിസരത്തുള്ള ആളുകളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, എബിൻ ജോസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇരട്ടയാറിലാണ് പോക്സോ കേസിലെ അതിജീവിതയായ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു കൊലപാതക ശ്രമമാണോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ എന്ന സംശയം പോലീസിൽ ഉണ്ടാക്കുന്നത്. ഏതായാലും ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടി പുരോഗമിക്കുന്നുണ്ട്.